അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ ഖലീഫ കുട്ടനുമായിട്ടാണ് ഗൈസ്. നമ്മ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിരുന്നു ഗൈസ്. ഇവിടെ മൊത്തം അമ്മ വന്നപ്പോഴാണ് അറിയണത് ഗൈസ്, മൊത്തം റോഡ് കുണ്ടും കൂടിയായിട്ട് കിടക്കണായിരുന്നു അല്ലേ ചെയ്യാൻ. ഗൈസ് ഞാൻ കുറേ ദൂരം വന്ന് ഗൈസ്. അവിടെ നിന്ന് കണ്ട ഭയങ്കര ദൂരം പിടിച്ചൊരു കുണ്ടും കുഴിയൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചത് ഗൈസ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു 1 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണെന്നാണ് ഗൈസ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഇല്ലാത്ത വണ്ടി കൊണ്ടാണ് ഗൈസ് നമ്മൾ പോകാൻ പോകണം ഗൈസ്. ഇവർക്കൊക്കെ ഭയങ്കര വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ടും അവരവിടെ കുടുങ്ങി കിടക്കാൻ. ഗൈസ് കണ്ട ഇത്രേ ഉള്ളൂ പരിപാടി. വണ്ടി കുടുങ്ങി ഗൈസ്. അപ്പോൾ തന്നെ ഇറക്കിയപ്പോൾ തന്നെ നമുക്ക് കണ്ട പോകൂല ഗൈസ്. ഇതീ വഴി നമ്മൾ എങ്ങനെ വീട്ടിൽ പോകും, അതാണ് നമ്മുടെ ചോദ്യം ഗൈസ്. ഈ മാപ്പാണ് കുറേ ഉണ്ട് ഗൈസ്. മാപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെ കയറ്റണ്ടെന്ന് പറഞ്ഞുതരാം. ലിങ്ക് എനിക്ക് അയച്ചു തരാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഇതൊരു ഒടുക്കത്തെ ഓഫ് റോഡ് മാപ്പായി പോയി അല്ലേ ചെയ്യാൻ. അയ്യോ അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ പയ്യനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് പൊടിക്കുക. അതുകൊണ്ട് ഈ കുന്നും കുരി നമ്മൾ രക്ഷപ്പെടും അല്ലേ? അത് തന്നെ ചെയ്യാൻ അതല്ലേ ഗൈസ്. ഒടുക്കത്തെ കുണ്ടും കൂടിയാണ്. ബാക്കിൽ ഇരുന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുണ്ടി വരെ ഇല്ലാണ്ടായി പോയി ഗൈസ്. വെൽക്കം ടു ദ ദൂതല്ല, വെൽക്കം ടു ദ ഗെയിമിംഗ് പ്രോ ട്രിപ്പിൾ 9 ഗൈസ്. ഇനി നമ്മുടെ 200 ആക്കണം, എല്ലാവരും സബ് ചെയ്യണം അല്ലേ ചെയ്യാൻ. അതന്നെ സബ് അടിച്ച് പൊട്ടി ഗൈസ്. സബ് അടിച്ച് പൊട്ടിക്കണവനെ നമ്മുടെ ബസ് അടിച്ച് പൊട്ടിച്ചവന്മാര് ഗൈസ്. ഒടുക്കത്തെ ഒരു കുണ്ടും കുഴിയാണിത്. നമുക്കല്ലെങ്കിൽ തിരിച്ച് വേറെ വല്ല സ്ഥലത്തും ചെക്കൗട്ട് ചെയ്താൽ ശരി. നമുക്ക് വേറെ വല്ല ബസ് എടുത്തോണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ട്രിപ്പും വന്നു പോയില്ല, ഇപ്പം എന്ത് ചെയ്യാനാണ് ഗൈസ്. കുറേ ദൂരമുണ്ട് ഗൈസ്. മിക്കവാറും ഒരു ഹെൽത്തി കുട്ടൻ വീഡിയോ ആയി പോകും മിക്കവാറും അല്ലേ? അതന്നെ ഇവരൊക്കെ സുഖമായിട്ട് പോയി. ഈ വണ്ടിയൊക്കെ എനിക്കുണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് പോയാൻ. നീ നാളെ വൈപ്പറൊക്കെ ഓണാക്കിയിട്ടാ ഞാൻ ഓഫാക്കിയപ്പോ. എന്ത് ഗൈസ്. ബാറ്ററി തീർക്കാൻ വേണ്ടിട്ട് കഴപ്പ് ചെയ്യാൻ്റെ പൈസ നമുക്ക് ഇനി സൈഡൊക്കെ പിടിച്ചു പോവാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് എടാ പോടാവല്ല. സ്പീഡിൽ പോയാൽ മതി, അപ്പൊന്നും അറിയില്ല. സ്പീഡിൽ പോയാൽ ഒന്നും അറിയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ പയ്യനെ ഇങ്ങനെ പോകാം. ഓ അതിൻ്റെ ഇടയിൽ വലിയ വളവ് വണ്ടാരം. അതന്നെ വലിയ വളവാ വേണ്ട. എന്തിനി സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി ഒന്ന് പോടാപ്പനെ ഗൈസ്. എടാ നീ എന്നുള്ള ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് കത്താത്ത? എടാ ഞാൻ അത് ഒന്ന് ബാറ്ററിയിലൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് ആസിഡ് ഒഴിച്ചു കൊടുത്തു ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റിനൊക്കെ പണി പറ്റിച്ചു കൊടുത്തു ഗൈസ്. ഇത് പറയാനുണ്ടാ ചെയ്യാനേ ഫ്രണ്ടിൽ കയറിയിരുന്നേ ഗൈസ്. നമുക്ക് ചെയ്യാനെ നമ്മുടെ ബാക്കിൽ ഇരുത്തണ്ട, സൈഡിൽ കയറ്റി ഇരുത്താം അല്ലേ? ആയിരിക്കും സുഖം. അല്ലെങ്കിൽ ആ ചക്കൻ ആ സീറ്റ് മേടിഞ്ഞ് കീറി കളയും അല്ലേ? സീറ്റിന്റെ അടിയലി. അയ്യോ എൻ്റെ പോനോ ഇപ്പൊ കാട്ടി കയറാനാ വച്ചു. ഏപ്രിൽ കഴിഞ്ഞല്ലേ? ആഗസ്റ്റ് ഫുൾ. അപ്പൊ നമുക്ക് ഇനി നല്ല വൈബുള്ള സ്ഥലങ്ങളാണ് ഗൈസ്. പക്ഷെ നല്ല ചാടിച്ച നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. നമുക്കിപ്പോ ഈ സ്പീഡിൽ തന്നെ പോവാം ഗൈസ്. ഭയങ്കര കുലുക്കമാണ്. ഞാൻ അകത്തൊന്നും അറിയണില്ലടാ. ഇല്ല. ഭാഗ്യം കസ്റ്റമേഴ്സിനെ കൊണ്ട് വരാഞ്ഞത്. ഗൈസ് ഇങ്ങനെ നമ്മുടെ ബസ് ഒട്ടും സസ്പെൻഷൻ ഇല്ലാത്ത ബസ്സല്ലേ, അതുകൊണ്ട് പിന്നെ അറിയില്ലല്ലോ. ഒട്ടും സസ്പെൻഷൻ ഇല്ലാന്നൊന്നും പറയണ്ട, നല്ല സസ്പെൻഷൻ ഒക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ കാണിച്ചു തരാൻ. എന്നാലും അവരെ പോലെ പെട്ടുപോണില്ലല്ലോ അപ്പോഴും നമ്മുടെ ബസ്. നേരത്തെ അത് ഇപ്പൊ അടിയിൽ മുട്ടിയോണ്ടല്ലേ പൈസ. നമുക്കിനി അല്ലാത്തപ്പോഴും കഴിഞ്ഞ വീഡിയോയില് ഓർമ്മയുണ്ടോ മറ്റേ മല കയറിയത്? അല്ല ഇപ്പൊ ഇത് മലയാണല്ല ഗൈസ്. ഈ മാപ്പിന്റെ ലിങ്ക് വേണമെങ്കിൽ വണ്ടി പോയി പോട്ടെ. വെള്ളം കയറി നീ മൂത്രമൊഴിച്ച് നിറച്ചല്ലത് എന്റെ പൊന്ന് ചെക്ക. ഞാൻ പറഞ്ഞിട്ടില്ല ജനാലെ കൂടി മുള്ളിക്കളയാൻ. എന്റെ പൊന്നോ ഗൈസ്. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കയറ്റി ആസ്വദിച്ചിട്ട് പോയാലേ? മൈൻക്രാഫ്റ്റിന്റെ പുല്ല് ഗൈസ്. നമുക്കപ്പോ ഭാഗത്താട്ടേ പോകണ്ട. ഇഷ്ടമല്ല. എന്താന്നറിയാമോ ഗൈസ്? അങ്ങാടെ പോകാത്ത പുല്ലിന് ഗ്ലിച്ചായോണ്ട്. അതല്ല, പിന്നെ അങ്ങാടെ പോയി താഴ്ന്നു. അപ്പൊ ബഗ്ഗടിക്കും.
അതാണ് ഇപ്പൊ നമുക്ക് പയ്യനെ വെള്ളമാണല്ലോ മൊത്തത്തിൽ ഗൈസ്. അതിൽ അമ്മ വണ്ടി പോയി പോടാ. ഞാൻ പറഞ്ഞ താഴ്ത്തു വെള്ളമാണല്ലോ അന്ന്. ഞാൻ ഇഞ്ചിയിൽ കുറച്ച് വെള്ളം ആടാടാ ചെക്ക എന്ത് പരിപാടിയാണ് ക്രൈസിയുടെ ഇപ്പൊ ഫണ്ണിയുടെ കളയുന്ന നിന്നെ. ക്രൈസി ഫണ്ണി ഒന്നാണ്ട അതെനിക്കറിയാം. അടക്കണ്ടേ ആക്കി കളയുന്ന ഞാൻ. അടക്കണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നമ്മളെ കണ്ണിട്ടെടുത്തേ. കണ്ണും മിന്നിപ്പോയോ. കണ്ണും മിന്നിപ്പോയെന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഞാൻ ബസ്സിന് അടി തട്ടിയിട്ടുണ്ട്. അപ്പൊ അടി തട്ടിയതെന്നല്ല, വണ്ടി ഓഫായി പോണ്. എന്താണെന്നറിയാൻ പാടില്ല ഗൈസ്. ഒക്കെ എന്നാ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി അനങ്ങണില്ലല്ലോ. അത് ഗൈസ് പിന്നെ നമ്മ ഇവിടെ കുറെ നേരം നിർത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടി ഇപ്പഴാണ് ശരിയായത്. ആൾക്കാരൊക്കെ വന്ന് കൂടി ഇപ്പൊ അപ്പോഴേക്കും ഇവിടെ എന്തിന് എന്ത് പോടാ. ഇപ്പൊ ഗൈസ് നമുക്ക് ഇനി പയ്യനങ്ങാട് കേറാം അല്ലേ ചെയ്യാനേ. സൈഡിൽ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഈ ടി വി എടുക്കണേ. എന്തിന് ഈ ടി വി എടുത്ത് വെക്കാൻ. ചെക്ക ടി വി ഒന്നും എടുത്ത് വെക്കല്ലേ. ആൾക്കാരിപ്പോ സിനിമയൊക്കെ ഇട്ട് കൊടുക്കാനല്ലേ. ഞാൻ പുതിയ ടി വി മേടിച്ചല്ല. അയ്യോ അടി തട്ടി ഗൈസ്. ഇത് ശകുനമാണ് ഗൈസ്. ലിപ്പ് പറഞ്ഞു കൊണ്ടിരുന്നാ മതി. നമ്മുടെ ലിപ്പ് വരാൻ പറ്റൂലടാ. നമുക്ക് സൈഡ് പിടിച്ചു പോവാം ഗൈസ്. അതായിരിക്കും സുഖം. അല്ലെങ്കിൽ വല്ല അടി തട്ടി കിടക്കും അല്ലേ. ഈ ബൈക്കൊക്കെ ചെക്ക പക്ഷെ എത്ര രൂപ വിറ്റെന്നറിയാമോ? നമ്മുടെ 5 സ്റ്റാർ ടി വി ആയതുകൊണ്ട് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് ഗസ്റ്റ് ചെയ്ത് നോക്ക്. എത്ര കിട്ടി? അയ്യോ ബസ്സൊക്കെ പൊങ്ങി മറിയാണ് പോയിട്ട്. 20 രൂപ നീ ആയതുകൊണ്ട് വല്ല 20 രൂപ വരെ സെല്ലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോടാ. പിന്നെ 1 മില്യൺ ആകുമ്പോ ട്രെയിൻ എന്ത് തള്ളി അങ്ങനെ മറിക്കണേന്നാ പറഞ്ഞേണ്ട. അവൻ ബസ് നിർത്താണ്ട് അവൻ സെല്ല് ചെയ്ത് കളഞ്ഞല്ലേ. ഗൈസ് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്നപ്പോ ഇങ്ങനത്തെ മലയൊന്നും ഉണ്ടായില്ല ഗൈസ്. മലയൊക്കെ വന്ന്. അയ്യോ നാട്ടുകാരെ ബ്രേക്കില്ലേ. പറയണെന്താന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദിസ് ഈസ് ക്രേസി ഡേ ഗൈസ്. അടി തട്ടൂപ്പ ഉറപ്പാണ്. അടി തട്ടിയായി എന്ത് സ്മൂത്ത്. നമുക്കെന്നാ പെട്രോൾ അടിക്കാൻ നിർത്തിയ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ നിർത്തിയേക്കാം ഗൈസ്. ഇവിടെ മൊത്തം ചെളിയാണ് കേട്ടോ ഗൈസ്. ഇതുണ്ടാ അതന്നെ മൈൻക്രാഫ്റ്റ് ചെളി ഗൈസ്. മൈൻക്രാഫ്റ്റ് ബസ് സിമുലേറ്ററൊന്നുമല്ല കേട്ടോ ഇത് അല്ലേ. അതന്നെ ഞാൻ പെട്രോൾ അടിക്കാം. എടാ ഇത് നമ്മൾ തന്നെ അടിക്കണോടാ. എടാ ഇവിടെ പെട്രോൾ ഇല്ലല്ലോ ഇനി. ഇത് നമ്മൾ തന്നെ അടിക്കാം. ശരിയാ. സോൾട്ട് നമുക്ക് ഇവിടെ കുറച്ചേരം നിർത്തി വെക്കാം അല്ലേ ചെയ്യാനേ. അതന്നെ ഇവിടെ നിന്നെയും അങ്ങോട്ട് കൊറേ കേറാനുണ്ട് ഗൈസ്. ഞാൻ ഒട്ടിക്കട്ടെ. നീ ഓടിച്ചോ. ആദ്യം നമുക്ക് വണ്ടിക്കകത്ത് ഇച്ചിരി പെട്രോൾ വേണം ഗൈസ് അല്ലേ. ഞാൻ പോയി കുറച്ച് പെട്രോൾ ഇട്ടോ. ഞാൻ എന്റെ വണ്ടിക്കുട്ടനെ ഇതുവരെ 96 ആക്കിയിട്ടില്ല. ഇപ്പൊ 96 ആയില്ലേ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. 96 ഉണ്ടല്ലോ, അത് മതി ഇപ്പൊ നമുക്ക് അല്ലേ. നോക്കുന്നപ്പ വിട്ടാലോ എന്നാ ഞാൻ അങ്ങോട്ട് കയറട്ടെ. ഓക്കെ ഗൈസ്. അങ്ങനെ ഞാൻ അപ്പത്തോടെ ചെയ്യാനാണ് ഇപ്പോൾ ഓടിക്കുന്നത്. പയ്യനെ വളച്ചെടുക്ക്. ഇത്ര സ്പീഡിലൊന്നും പോയില്ലേ ഇറങ്ങുമ്പോ തന്നെ ഓക്കെ സെറ്റ്. ഗൈസ് നമുക്ക് ഇനി പയ്യനെ പോകാം ഗൈസ്. പിന്നെ അടി തട്ടാണ്ടിരിക്കണം എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഗൈസ്. അപ്പം നമുക്കിനി അങ്ങോട്ട് നേരെ പോകാം. എടാ ഇടിക്കല്ലേ ഏട്ടാ വണ്ടി. വളക്ക് പയ്യനെ പോണം. ഫസ്റ്റ് ഇയറിൽ നിന്ന് മാറ്റല്ലേ ഏട്ടാ. അല്ലെങ്കിൽ ആരും മാറ്റാം. ആ സൈഡിൽ കൂടി പോവും. എടാ കുഴി വലിയ കുഴി സൈഡിൽ. അയ്യോ ടയർ ഇറങ്ങി പോയില്ലേ. അതെന്താണ്ട് ഇവിടെ നിന്ന് ഭയങ്കര വലിയ മലയൊക്കെ കണ്ടാ മല. പൈസ നമുക്ക് ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എടാ എന്റെ ഫോണിലൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ ചേർക്കാം. ഇവിടെ നിർത്തിക്കോ. അപ്പൊ ഒരു ഫോട്ടോ എടുക്കണം. നിന്റെ ഫോൺ എടാ ഗൈസ്. ഇവിടെ വണ്ടി തെന്നി പോണു ഗൈസ്. ബ്രേക്കിങ് ഇത്തിരി പോരാ ഖലീഫയുടെ അല്ലേ. അടി തട്ടി ഗൈസ്. ഉറപ്പിച്ചിനെ അത്. തട്ടിയില്ല. ഓക്കെ ഇവിടെ നിക്കുവാ വണ്ടി. ഇവിടെ നിക്കൂല ഗൈസ് വണ്ടി.
അപ്പൊ നമുക്ക് ഇതേ ആ വീടിന്റെ ഇവിടെ നിർത്താം അല്ലേ? അതന്നെ ഇതുകൂടെ ഇപ്പൊ ഒരു ഫോർമാലിറ്റി ലുക്കും കിട്ടിക്കോ. അത് തന്നെ. അതന്നെ. പക്ഷെ ഇവിടെ വണ്ടി ഇവിടെ വണ്ടി നിൽക്കോണ്ട് സീനില്ല ഇവിടെ അല്ലേ? ഒരു എന്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത്. ഫോട്ടോ ഇടാ. ഇതേ നിന്റെ ഫോൺ ഗൈസ്, ഇവന്റെ ഫോൺ iPhone 17 ആട്ടാ. കണ്ട ഇത്ര സൂം ഉണ്ട്. കണ്ട അയ്യോ പക്ഷെ കൺട്രോൾ കിട്ടണല്ലോ ഗൈസ്. ഫോട്ടോ എടുക്കണ എടുത്തോ. ബസ്സിന്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം ഇവിടെ നിന്ന് ഗൈസ്. നമുക്ക് ബസ്സിന്റെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം അല്ലേ? അതന്നെ. അപ്പൊ എന്നാ പിടിച്ചോ. ഓക്കെ പോരെ? ഞാൻ ഓടിക്കണോ? ഓക്കെ ഗൈസ്, നമ്മളമ്മ സിയാനും കൊടുത്തിട്ടുണ്ട്. സിയാനെ പൈനപ്പോ കേട്ടാ? കേട്ട്. എടാ അവിടെ ഒരു ചേട്ടൻ എന്താണ് ഇങ്ങനെ കിടക്കണം? കണ്ട നമ്മ സീനറിയാം. അതുകൊണ്ടാണ് പൂരിപ്പന്റെ കയ്യിലിരുന്നാന്. പൊന്നോ പയ്യനെ പോട്ടാ. ഇതെന്താണ്ട ഇത്രയും വണ്ടി ഇങ്ങനെ കിടക്കണ ഗൈസ്? അവർക്കൊക്കെ സുഖമായിട്ട് പോവാ. നമ്മ കണ്ട സിമ്പിളായിട്ട് അടിതട്ടിച്ച് ജസ്റ്റ് ഒന്ന് ബസ് ഇപ്പോൾ പൊളിച്ചൊക്കെയാണ് നമ്മ പോണത്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും ഗൈസ്. കാരണം എന്നറിയാവോ ചെയ്യാന്? നമ്മ ഇപ്പൊ വെറുതെ ഫണ്ടിന് വേണ്ടി ഇറങ്ങിയേക്കണല്ലേ. വേറെ വഴിയുണ്ടാ വീട്ടിലായിട്ട് പോയാൻ? കടയുടെ അടുത്ത് ചോദിക്കട്ടെ. അതായത് എടാ നീ കുഴി കൂടി തന്നെ പോണെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ ഒരു വീട് നിർത്തിക്കേ. നീ എല്ലാ വീട്ടിലും കയറി ചോദിക്കണം. ചായക്കടയാണെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? നമുക്ക് ഷഡിയൊക്കെ തൂക്കിയിട്ടുണ്ടല്ലേ? ശരി ഗൈസ്, നമുക്ക് ഇവിടെ ചോദിക്കാം. അയ്യോ ചേച്ചി ഷഡിക്ക് എത്ര? അയ്യോ ഓക്കെ. അപ്പാപ്പ ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ വല്ല വഴി വേണ്ട അപ്പാപ്പ തിരിച്ചു പോവാൻ? മറ്റേ അറ്റത്ത് പോയിട്ട് ഇല്ലടോ ഈ വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതൊരു കാട്, പിന്നെ ഒരു വഴിയുണ്ട് കാട് വഴി, അവിടെ ആനയൊക്കെ ഉണ്ട്. പാപ്പ എന്നാ ഈ വഴി തന്നെ പോവാ പാപ്പ. ഓക്കെ ഇപ്പോൾ ഗൈസ് നമ്മളെ പയ്യനെ എടുക്കണേന്ന് ഗൈസ് ഇവിടെ നിന്ന് ഗൈസ്. പിന്നെ ചെറുതായിട്ട് ഒന്ന് പണി കിട്ടി. നമ്മുടെ ബസ്സിൻ്റെ ലിപ്പ് ഊരി കയ്യിൽ വന്ന് അങ്ങനെ നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അല്ലേ സിയാന്? അതന്നെ. സിയാന്റെ ഗാനമുണ്ട്, അത് ഇത്തിരി കഴിഞ്ഞിട്ട് വരുന്നതാണ് അല്ലേ സിയാന്? അതന്നെ. സിയാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു ഗാനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ. ഓക്കെ ഫൈസ്, സിയാൻ്റെ ഗാനം നിൽക്കട്ടെ, ഞാനാട്ടെ വയസ്സിൽ പോടിയിടാം. ഓക്കെ തുടങ്ങിക്കോ സിയാനെ. ഹലോ ഗായ്സ്, നമ്മൾ പൊളിച്ചെടുക്കാനും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഗൈസ് അവൻ്റെ വ്ലോഗ് എടുത്തോണ്ടിരിക്കണേ, നിങ്ങൾ ഉണ്ടല്ലോ കേട്ടാ. നമ്മൾ ഇന്ന് ചെയ്യാവുന്ന അടുത്തൊരു പാട്ടാണ്. ഓക്കെ ചെയ്യാം നമുക്ക്. ഹലോ മൈറ്റാ സീങ് വേണ്ടിട്ട് ഗൈസ്. പിന്നെ നിങ്ങളും കൂടെ പാടുക. ഓയ് ഗ്യാങ്, മലബാർ ഗ്യാങ്, പെണ്ണച്ചാറ് മട്ട് കുട്ടിത്താറും, എനിക്കെന്നെ പോയി കാട്ടിലും ചാടും, എല്ലാം പോവുണ്ട് കാട്ടിൽ ചാടും, കാട്ടിൽ പോയി ചാടിയിട്ട് വന്നോ, എന്നിട്ട് ചെളിയായി കൊണ്ടുപോയോ, എന്നിട്ട് നേരെ വീട്ടിലിട്ടോ, ഇനി ബ്രൗൺ കളർ ചിപ്സ് കഴിക്കാൻ രസം, പക്ഷേ വായിൽ പക്സില്ല, പക്ഷേ എന്ത് ചെയ്യും, ഡെഡ് ബോഡി. ഗൈസ് ഒന്നും മനസ്സിലാകാത്ത പ്രത്യേകതരം പാട്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ആരും താങ്ക് പറയേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യനെ ഇനി വിടാം അല്ലേ ചെയ്യാനേ? പാട്ട് ഒട്ടും കൊള്ളൂല എന്നടാ ഗൈസ്. നമുക്ക് ലൈറ്റൊക്കെ ഓണാക്കുക, പവറേഷ് ആക്കാം അല്ലേ ചെയ്യാനേ? ഈ ജനാല എന്നാണ് നീ തുറന്നിട്ടേക്കണേ? എന്താണ് ഉള്ളിലെ ജനാലയൊക്കെ തുറന്നിട്ടേക്കണേ? നീ എന്നെ പാട്ടിനെ കുറിച്ച് കരയാൻ വേണ്ടി തുറന്നിട്ടേണ? അല്ല, പിന്നെ എല്ലാരും കേൾക്കാൻ വേണ്ടിയാ ഗൈസ്. എല്ലാരും വെറുതെ അല്ല, അവിടെ കുറച്ചൊരു ബോധം കെട്ട് പോയെന്ന് തോന്നുന്നു ഗൈസ്. അമ്മനേന്ന് ഞങ്ങപ്പ മാപ്പിന് എൻ്റെ പോലെയൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് അല്ലേ ചെയ്യാനേ? ഗൈസ് ഇവിടെ നിന്ന് എങ്ങാട്ടാ എൻ്റെ എത്തിയില്ലെന്ന് തോന്നുന്നുണ്ടാ ചെയ്യാനേ? ഗൈസ് ഞാൻ എത്തിയെന്ന് വിചാരിച്ചതാണ്, എത്തിയിട്ടൊന്നും ഇല്ല പക്ഷെ അല്ലേ? നമുക്ക് ഈ കുടിച്ചാട്ടി അടിച്ചാലേ? അയ്യോ എൻ്റെ പൊന്നോ അവിടെ വലിയ ആഴോണ്ട കുഴിയാണ്ട തട്ടു ഉറപ്പൻ ഗൈസ്. ഈ വഴി എന്തായാലും നമ്മുടെ വണ്ടി കയറുമെന്ന് എനിക്ക് തോന്നുന്നു ചേട്ടാ. നമുക്കൊന്നല്ലെങ്കിൽ ഇവിടെ എൻ്റെണ്ടി വരും, കാരണം ഒടുക്കത്തൊരു കയറ്റമാണിത്. ഇവിടെ എനിക്ക് തോന്നുന്നു കാറൊക്കെ പോണ സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ബസ് പോകുമെന്ന് തോന്നാം, പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ ബസ്സൊക്കെ പോകുമെന്ന് എനിക്കൊരു ഡൗട്ടാണ് ഗൈസ്. ബാക്കാട്ട് ഇറങ്ങി പോണ് ഗൈസ്.
ആ കയറ്റാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ചെയ്യാനേ, പക്ഷേ ബസ് ഇച്ചിരി വഴിവിടേണ്ടി വരും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബസ് അങ്ങനെ കയറിയിട്ടുണ്ട്. എൻ്റെ പോനോ, ഓ മൈ ഗോഡ്, ഒന്ന് മിണ്ടാണ്ടിക്ക്. ഇതേ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടേക്ക് കയറിയിട്ടുണ്ട്. വീഡിയോ ചെയ്താലോ? വീഡിയോ എൻ്റെ ഇനിയും കിടക്കണ മാപ്പ് ഇത്തിരിയും കൂടി. ഞാൻ പാറപ്പുറത്ത് കയറിയിരിക്കണേന്ന്. പാറപ്പുറം എല്ലാ വേണം ടിക്കറ്റ് പാറപ്പുറം ഇടിച്ചിട്ടോ. നമുക്ക് KSRTC കൊണ്ട് ഇവിടെ ഒരു ഓട്ടം. അയ്യോ 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 ഗൈസ്, കൊക്കയാണോ ഇത് ഇവിടെ നിന്ന്? അയ്യോ ഗൈസ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാണ്ട് വേണം. ആക്സിലേറ്ററും ഇതും കൊടുക്കണം. മൈനസ് ചെയ്യാൻ പറ്റൂല. മൈനസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഗിയർ പ്ലസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആക്സിലേറ്ററൊക്കെ ഞാൻ കൊടുക്കും. ആക്സിലേറ്റർ മൈനസ് ചെയ്യാൻ പറ്റൂല. ബ്രേക്ക് പിടിക്കാനും പറ്റൂല. ചലഞ്ച് പൊട്ടി. പിന്നെ ബ്രേക്ക് പിടിക്കാണ്ട് അയാൾ പിന്നെ ഫ്രണ്ടിൽ വന്ന് അയാൾ ബ്രേക്ക് പിടിച്ചേ, ഞാൻ ബ്രേക്ക് പിടിക്കാണ്ട് അയാൾ ഫ്രണ്ടിൽ വന്ന്. എടാ നീയാണ് ഫ്രണ്ടിൽ പോയി. ഓക്കെ ഒന്നും പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ കൈസ് നമുക്ക് ഇങ്ങനെ പയ്യനെ പോവാം. ഇവിടെ അധികം പേര് കുടിയും കിടക്കണ്ട കൈസ്. ഇവിടെ അത്ര വലിയ കുണ്ടും കുഴിയൊന്നുമില്ല, അതുകൊണ്ട് സ്പീഡിൽ പോകണ്ട. ഇവിടെ ഇത് കോൺക്രീറ്റ്. കോൺക്രീറ്റ്. ഓക്കെ ഇന്ന് ഓടിച്ചോ. അങ്ങനെ നമ്മൾ ഡ്രൈവർ ചേഞ്ച് എടുത്തിട്ടുണ്ട്. എടാ ബൈക്കും റേസിങ് കാറൊന്നുമല്ല, ഇച്ചിരി പയ്യനെ പോകും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി ദൂരം കൂടി ഉള്ളതെന്ന് തോന്നണല്ലേ ചെയ്യാനേ. അതന്നെ. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോരോ വണ്ടിക്കാരെ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടൊക്കെ പോകാം അല്ലേ. ഇതുമാതിരി മനഃപൂർവ്വം ഇടിക്കല്ലേ കേട്ടോ ചെയ്യാനേ. അവനെന്താ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കണം, നമുക്കൊരു ലൈറ്റ് ഇട്ട് കാണിക്കാൻ കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മളെ എടാ റേസാന്ന് തോന്നണ്ടാ. അവൊക്കെ സ്പീഡിൽ പോണം, നീ സ്പീഡിൽ പോ. കത്തിക്ക്. ആ കാറുകാരനെ വെട്ടിക്ക്. അയ്യോ ഫ്രണ്ടി ബസ്സുകാരൻ വന്ന് ബ്രേക്ക് കൂടി. ഖലീഫയുടെ ബ്രേക്കിംഗ് ഇത്തിരി പോരാ അല്ലേ. മിണ്ടാടി ഖലീഫയുടെ ബ്രേക്കിംഗ് ഇത്തിരി പോരട്ടാ ഗൈസ് അല്ലേ. എടാ കാറുകാരൻ പോയല്ലോ, ഞാൻ പിടിക്കട്ടെ. ഞാൻ വെച്ച് കാറിനെ കയറി പിടിക്കാൻ പോണെന്ന്. എൻ്റെ പൊന്നു ചെയ്യാനേ, കാറിനൊന്നും പിടിച്ചോളേ. ഓക്കെ നോക്കാം പയ്യനെ പോവാ. ഇനിയും കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. ശോകമാണ് മൊത്തത്തിൽ ഗൈസ്. പിന്നെ നിങ്ങൾ ആ ശോകം പഠിക്കണ സമയത്ത് ഒന്ന് ഗെയിമിലും മഴ, പുറത്തും മഴ, എന്തൊക്കെ അവസ്ഥയാണല്ലേ. അത് തന്നെ ഗൈസ്. നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. പിന്നെ വണ്ടി കയറല്ലടാ. ഞാൻ നോക്കട്ടെ ഇനി വണ്ടി കയറുവാന്ന്. ഈ വണ്ടീനെ കൊണ്ട് തോറ്റി ഞാൻ ചവിട്ടി കൊടുക്കാം. ഇറങ്ങിത്തള്ളോ നീ? ഇല്ല, നീയാണെ കേട്ടെടുത്താ മതി. എന്നാ ഇറങ്ങ്. ഞാൻ ഡോറ് വന്നിട്ടുണ്ട്. കേറി ഇറങ്ങ്. തള്ളടാ പോയി. പോരാ നിക്ക്. നെഞ്ചത്ത് കയറി തള്ളു. നിന്നെ കൊണ്ട് പറ്റും. എടാ നീ ചത്ത. അവൻ ചത്തടൊന്നുമില്ല, അവൻ അഭിനയിക്കണേണ്. തള്ളു നടന്നില്ല. പവറി തള്ളു. ഓക്കെ തള്ളു, പവർ കയറ്. എന്നാ ഞാൻ പ്രസവിക്കണം. അയ്യോ വണ്ടി വേക്കാറ്റോട്ടെ. ഇപ്പൊ ഇപ്പൊ അടക്കം ചെയ്ത് പ്രസവിക്കേണ്ടി വന്നാനേ. ഇപ്പൊ കേറി വണ്ടി കയറി. വാ ചാടിക്കേറി. ഡോർ കൂട്ടി. ഓക്കെ വാ പോവാ. ഇപ്പൊ സിയാനെ അമ്മ അങ്ങനെ നൈസായിട്ട് അവനെ കൊണ്ട് തള്ളിച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് തള്ളിക്കാണ്ടിരുന്ന ഞാൻ ഇപ്പൊ എന്താന്ന് ഓടിക്കണം. കാരണം ഇവിടെ ഭയങ്കര വലിയ കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് തള്ളാൻ പറയും. അതുകൊണ്ട് ഞാൻ സിയാനെ മാറ്റിട്ട് ഞാൻ ഇപ്പൊ ഓടിക്കണം. വേണ്ട നീ ഓടിക്കണ്ട. ഇല്ല ഓട്ടിക്ക. എടാ ഒന്നും കൂടി പോവോ പുറത്തായിട്ട്? ഇല്ല ഞാൻ പോടാ. ഞാൻ ഇനി മടി പിടിച്ചിരിക്കും. എടാ വണ്ടി നീങ്ങൂലടാ. വണ്ടി നീങ്ങണ്ട. പക്ഷെ ഞാൻ നീക്കോടാ ഗൈസ്. ഇവിടെ വെച്ച് അടി തട്ടുമോ എനിക്കറിയാം. അല്ല ഗൈസ് യാത്രയായിട്ടാ ചെയ്യാനേ. എടാ പട്ടി പറയുമ്പോ ഞാൻ ഉറങ്ങട്ടെ. ഇപ്പൊ ഉറങ്ങണ്ട നീ ഗൈസ്. ഇവിടെ പണി ചെയ്യാൻ പോണേന്ന് തോന്നട്ടാ ഗൈസ്. റോഡ് പണി ചെയ്യാൻ പോണേന്ന് തോന്നാം. സൈഡിൽ കുറെ കല്ലൊക്കെ എടുത്ത് ഇട്ട് വെച്ചാറുണ്ട് അല്ലേ ചെയ്യാനേ. കല്ലും വണ്ടി ഒട്ടും ചാടി ഒട്ടിക്കാടി. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് പയ്യനെ പോകാം. ഓക്കെ ഗൈസ്, നമുക്കപ്പോ എനിക്ക് ഓടിക്കാൻ വേണ്ട കാരണം ഞാൻ തള്ളേണ്ടി വരും ഗൈസ്. അപ്പൊ അതിനല്ലേ. അയ്യോ ഞാൻ ഇനി തള്ളൂല. നിന്നെ കൊണ്ട് ഞാൻ തള്ളിപ്പിക്കുന്ന ഗൈസ്. ഇനി അങ്ങോട്ട് വലിയ കയറ്റമില്ലെന്ന് തോന്നാം. നമ്മുടെ ചെക്കനെടുത്ത് കൊടുത്താലോ വണ്ടി ഗൈസ്. നിക്ക. ഓക്കെ ഉള്ളിലുള്ള ലൈറ്റ് എന്താണ് നീ കാണിച്ചാ? എന്നാടാ കാണിച്ചത്? കാണിച്ചത്. പിന്നെ വണ്ടിയുടെ ലൈറ്റ് എന്താ ഓഫായി പോയെ? അത് ബാറ്ററി
എടാ നീ ബാറ്ററിക്കകത്ത് എന്ത് എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്? ആസിഡ് ഇട്ട് കൊടുത്ത്. എടാ ചെക്ക ഇപ്പൊ ഇട്ട് കൊടുത്താ നീ. അപ്പൊ guys, നമ്മുടെ മാപ്പ് എൻ്റെ ആയിട്ടുണ്ട് ഇവിടെ നിന്ന്. ചെയ്യാനേ മാപ്പ് എൻ്റെ ആടാ. എവിടെ നീ മാപ്പ് എൻ്റെ എവിടേക്കൊന്നും കാണാൻ പറ്റില്ല. ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പണ്ടല്ല ഈ ഇടക്കാറ്റ്. അവിടെ എന്താ? അതാ പറഞ്ഞ അങ്ങാട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പൊ എല്ലാരും വന്നേക്കണത് ഈ ഒരു അമ്പലം എനിക്കറിയാൻ പല ഗൈസ് എന്തോ സംഭവം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഒരിടത്ത് ഒതുക്കാം. ചെയ്യാനേ ഇവിടെ ക്രിസ്ത്യാനിസ് അല്ലേ, ഇത് അമ്പലം നമ്മ കയറാൻ പാടില്ല. അത് നമുക്ക് വെറുതെ ചുറ്റി കണ്ടിട്ടൊക്കെ ഇനി കുഴപ്പമൊന്നുമില്ല. പ്രശ്നമില്ല. വണ്ടി ഓഫ് ചെയ്യട്ടെ. ഓക്കെ വാ ചെയ്യാനേ. എടാ ഞാനാണോ കഴുതി? പ്രേതമൊന്നുമില്ല. വാ ലൈറ്റ് ഓഫ്. ഡോറ് കൂട്ടിയിട്ട് വാട്ടാ. ഡോറ് കൂട്ടിയില്ല. വാ എൻ്റെ ഒപ്പം വാ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് സംഭവം. ഇവിടെ ഈ സ്ഥലത്തോട്ടാണ് ഗൈസ് എല്ലാരും വന്നത്. ഇവിടെ കൊറേ വണ്ടിയൊക്കെ പാർക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറാനുള്ള വഴി ഇത് പള്ളിയാണ്. പിന്നെ അടിക്കട അടുത്തുനിന്ന് ചെവി വന്ന് പോകണം ഗൈസ്. നമുക്കൊരു ഓഫ് റോഡ് കയറണമെങ്കിൽ ഇതിന്റെ അകത്താട്ട് കയറ്റായിരുന്നല്ലേ അല്ലേ ചെയ്യാന്? ഓഫ് റോഡ് കാറും കൊണ്ടുവന്നാലോ? സ്റ്റെപ്പ് ചാടിച്ചാലേ? അത് കൊള്ളാം. പക്ഷെ അത് ഗുഡ് ഐഡിയ. കാണാത്തുള്ളല്ലേ? ഇതാണല്ലേ സ്ഥലം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് സ്ഥലം. മാപ്പിന്റെ ലിങ്ക് വേണ്ടവര് പറഞ്ഞാൽ മതി. മാപ്പ് എങ്ങനെ കയറ്റണമെന്ന്, അതായത് മാപ്പ് ഡൗൺലോഡ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഗൈസ്. ഞാൻ ഇപ്പം എന്താ അതായത് അതിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എനിക്ക് ലിങ്ക് അയച്ചു തരാൻ മര്യാദക്ക് അറിയാൻ പാടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അല്ലേ. കമന്റ് ഇട്ടാൽ മതി നിങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബും എല്ലാവരും അടിച്ചു പൊട്ടിച്ചോ. അപ്പോൾ ഓക്കെ ബൈ. ശരി ബൈ വേടാ. ബൈ.